കൊമ്പനെയും കോടതിയിൽ ഹാജരാക്കാം, പരമാവധി ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കാം. പ്രതിക്ക് വേണ്ടി എന്നേക്കാൾ സമർത്ഥനായ ഒരു വക്കീൽ വാദിച്ചാൽ ആ പ്രതി കുറ്റവിമുക്തനായി നാട്ടിലിറങ്ങി വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യുന്ന കാഴ്ചയും കാണാം. നിങ്ങൾ അതിസമർത്ഥനായ ഒരു വക്കീലാണ്. നിങ്ങളുടെ സേവനം ഇന്നാട്ടിലെ പാവം ജനങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് നിയമം കൊണ്ട് കോടതി കളിക്കാം, പക്ഷെ നിയമം കയ്യിലെടുത്ത് തെരുവിൽ കളിക്കരുത്. പറയണം, ഇതാരാ അയച്ചത്? എനിക്കറിയില്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? ദേവനോ? ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ജയിലിൽ കിടക്കുന്ന ദേവൻ അതിന് കഴിയില്ല. പിന്നെ ആര്? ആ തറവാട്ടിലെ മെമ്പേഴ്സിനോട് വൈരാഗ്യമുള്ള മറ്റാർക്കെങ്കിലും അത് ചെയ്തുകൂടെ? ഓ, ഐ എം സോറി. മിസ്റ്റർ പുന്നേക്കാടനും വ്യക്തിവൈരാഗ്യം ഉണ്ടല്ലോ അല്ലേ? ഞാനത് മറന്നു. വക്കീലിന്റെ വാക്സാമർത്ഥ്യത്തിന് വേദിയൊരുക്കാനല്ല ഞാൻ വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിലെ വിധിവാചകം നടപ്പിലാക്കാൻ ഇതയച്ച ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ പുന്നക്കാടന്റെ തൊപ്പിയോ തലയോ തെറിക്കണം. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണോ സാറേ? ഒരുത്തൻ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ അത്ഭുതം കാണിക്കണം. ഉടയ തമ്പുരാൻ അത്ഭുതം കാണിക്കുന്നത് നേരിട്ടല്ല, ചിലപ്പോ എന്നെ പോലുള്ള ഓഫീസേഴ്സിന്റെ രൂപത്തിലാവും. മിസ്റ്റർ രമേഷ്, കാർത്തിക് വധക്കേസിൽ പോലീസിന് പിടികിട്ടാനുള്ള മുഖ്യപ്രതികളാണ് മഹീന്ദ്രനും ഗണേഷും. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കോർട്ട് ഓർഡറാണ് ഇത്. വെച്ച് ഞാൻ അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും മണിക്കൂറുകൾക്കകം. പിന്നെ ഈ കൊലയാളി എങ്ങനെ ഞൊട്ടുമെന്ന് എനിക്ക് കാണണം. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. വിഷ് യു ദ ബെസ്റ്റ്.